അടുത്ത പാഠം ഇക്കായി ദോ, 6ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റ്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ആദ്യം തന്നെ കാണുന്നത് അല്ലേ? അപ്പം അതിൽ എങ്ങനെയാണ് അത് വരച്ചിരിക്കുന്നത്? ഒരുപാട് കുട്ടികൾ കൈകോർത്ത് വെച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ഭാരതത്തെ വരച്ചിട്ടുള്ളത്. അതായത് മിൽ ജുൽക്കർ, എല്ലാവരും ഇടകലർന്ന് താമസിക്കുന്നു എന്ന് അല്ലേ സൂചിപ്പിക്കുന്ന തരത്തിൽ. ബഹുത് സാരെ ബച്ചെ ഹാത്തോ സെ ഹാത്ത് ജോഡ് കെ ഖടേ ഹെ അല്ലേ? ഒരുപാട് കുട്ടികൾ കൈകൾ കോർത്ത് പിടിച്ച് നിൽക്കുന്നു. ഇതിൻ്റെ വലത് ഭാഗത്തുള്ള ആ 4 വരി നമുക്കൊന്ന് നോക്കാം. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा चाहे अनेक है. हिंद देश के निवासी सभी जन एक है, रंग रूप वेश भाषा चाहे अनेक है. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹിന്ദ് ദേശിക്കെ നിവാസി, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന സഭി എല്ലാ ജനങ്ങളും, ഏക് ഹേ ഒന്നാണ്. അതായത് ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും ഭാരതീയരാണ്, നമ്മളെല്ലാവരും ഒന്നാണ്. അതെങ്ങനെയുള്ളവരായാലും രംഗ് രൂപ് വേഷ് ഭാഷ ചാഹെ അനേക് ഹേ. രംഗ് നിറം, രൂപ് രൂപം, വേഷ് വേഷം, ഭാഷ ഭാഷ, ചാഹെ അനേക് അത് വ്യത്യസ്തമായിക്കോട്ടെ, പലതായിക്കോട്ടെ. പക്ഷേ ആരാണ് നമ്മളെല്ലാവരും? ഹിന്ദ് ദേശ് കെ നിവാസി സഭി ജൻ ഏക് ഹെ. ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും തന്നെ ഭാരതീയരാണ്, നമ്മളൊന്നാണ്. അതാണ് ഈ നല്ല ഒരു അർത്ഥവത്തായ ഒരു ദേശഭക്തി ഗാനമാണ്. അതിൻ്റെ 4 വരിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഹിന്ദ് ദേശ് കെ നിവാസി എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. അതിൻ്റെ തൊട്ട് താഴെ ഒരു ചിത്രമുണ്ട്, ഗാന്ധിജി കുറേ ആളുകളും കൂടി നടക്കുന്ന ചിത്രം അല്ലേ? ഇത് ദണ്ഡിയാത്ര നടത്തിയ ഉപ്പു സത്യാഗ്രഹത്തിന് വേണ്ടി പുറപ്പെടുന്ന ഒരു ദൃശ്യമാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ആണ്. പേജ് നമ്പർ 28 നമ്മൾ കാണുന്നത്. 28 എന്താണ് കാണുന്നത്? ജഗ്മഗ് താര. ജഗ്മഗ് താര എന്ന് പറഞ്ഞാൽ എന്താണ്? മിന്നിത്തിളങ്ങുന്ന നക്ഷത്രം. ഇതെന്താണ്? ഇതൊരു ബാൽ കവിതയാണ് അല്ലേ? ബാൽ കവിത, ഒരു കുട്ടിക്കവിതയാണ്. ആ ബാൽ കവിത നമുക്കൊന്ന് ചൊല്ലി നോക്കാം. देश हमारा चमके जैसे जगमग तारा. देश हमारा सत्य अहिंसा का रखवारा. देश हमारा बलिदानों ने उसे संवारा. देश हमारा हमें है अपनी जान से प्यारा. देश हमारा सागर ने जिसका पाव पसारा. देश हमारा सत्य की जय संदेश हमारा. देश हमारा हमें है अपनी जान से प्यारा. देश हमारा हमें है अपनी जान से प्यारा. അപ്പം അതിൻ്റെ അർത്ഥം നോക്കാം. എന്താണ്? ദേശ് ഹമാര നമ്മുടെ രാജ്യം, ദേശ് ഹമാര നമ്മുടെ രാജ്യം, ചംകെ ജൈസെ ജഗ്മഗ് താര, ചംകെ മിന്നിത്തിളങ്ങുന്നു, ജൈസെ എങ്ങനെ, എന്താണ്? ജഗ്മഗ് താര മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ മിന്നിത്തിളങ്ങുന്നതാണ് നമ്മുടെ രാജ്യം. ദേശ് ഹമാര സത്യ അഹിംസാക്കാർ രഖ്വാര, സത്യത്തിൻ്റെയും അഹിംസയുടെയും സംരക്ഷകനാണ് നമ്മുടെ രാജ്യം. ദേശ് ഹമാര ബലിദാനോനെ ഉസേ സംവാര. ബലിദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തസാക്ഷികൾ, രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അല്ലേ, ആത്മത്യാഗം ചെയ്ത ഭടന്മാർ, അതെ, രക്തസാക്ഷികളായ പട്ടാളക്കാർ, അവരാണ്
ബലിദാനോനെ ഉസേ സംവാര. അങ്ങനെ ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായിക്കൊണ്ട് നേടിയെടുത്തതാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായതും. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ സുരക്ഷിതരായി ഇവിടെയൊക്കെ താമസിക്കുന്നത്, ജീവിക്കുന്നതും എന്തുകൊണ്ടാണ്? അവരൊക്കെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലേ? അപ്പോൾ അതാണ്, അങ്ങനെയുള്ള പലതുമാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് പിന്നെ ദേശ് ഹമാര ഹമേ ഹെ അപ്നി ജാൻ സെ പ്യാര. നമ്മുടെ രാജ്യം നമുക്ക് എങ്ങനെയാണ്? ഹമേ ഹേ നമുക്ക് ആണ്, അപ്നി സ്വന്തം, ജാൻ സെ ജീവനേക്കാൾ, പ്യാര പ്രിയപ്പെട്ടത്. നമുക്ക് നമ്മുടെ രാജ്യം ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ്. ദേശ് ഹമാര സാഗർനെ ജിസ്കാ പാവ് പസാര. സാഗർനെ ജിസ്കാ പാവ് പസാര. ദേശ് ഹമാര സത്യ കെ ജയ് സന്ദേശ് ഹമാര. സാഗർനെ സമുദ്രം, ജിസ്കാ പാവ് പസാര അതിൻ്റെ പാവ് കാല് പരത്തിയിട്ടിരിക്കുന്നു, സ്പ്രെഡ് ചെയ്ത് നീട്ടിയിട്ടിരിക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന് ചുറ്റും സമുദ്രമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ദേശ് ഹമാര സത്യ കെ ജയ് സന്ദേശ് ഹമാര. സത്യത്തിൻ്റെ ജയ സന്ദേശം നൽകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. ദേശ് ഹമാര ഹമേ ഹെ അപ്നി ജാൻ സെ പ്യാര. നമുക്ക് നമ്മുടെ രാജ്യത്തെ ജീവനേക്കാൾ നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നു, അല്ലേ? ഇനി തുക്കാന്ത് ശബ്ദവും കാ ചയൻ കരെ. എന്താണ് തുക്കാന്ത് ശബ്ദ്? തുക്കാന്ത് ശബ്ദ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ലാസ്റ്റ് അവസാനിക്കുന്നത് ഒരേപോലെ, കണ്ടോ? പസാര, ഹമാര, പിന്നെ ഹമാര, പ്യാര, ഇങ്ങനെയുള്ള വാക്കുകൾ തിരഞ്ഞെടുത്ത് ജോഡിയായിട്ട് എഴുതുക. മനസ്സിലായല്ലോ? അടുത്തത് ഒരു പ്രവർത്തനമാണ്. ചംകെ ജൈസെ ജഗ്മഗ് താരാസെ ക്യാ മത്ലബ് ഹെ. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അർത്ഥമാക്കുന്നത്? നമ്മുടെ രാജ്യം പല മേഖലകളിലും വളരെയധികം ഉയർന്നു നിൽക്കുന്നു, പ്രകാശിക്കുന്നു, അല്ലേ? മിന്നിത്തിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന രീതിയിൽ നിൽക്കുന്നു എന്ന്. ഇത് നോക്കാം. ഭാരത് കിൻ കിൻ ക്ഷേത്രമേ ജഗ്മഗ് രഹാ ഹെ. ഭാരതം ഏതൊക്കെ മേഖലകളിലാണ് തിളങ്ങുന്നത്? ഒരു ചോദ്യം, അല്ലേ? ജഗ്മഗ് താര, തിളങ്ങുന്നത് എന്നെഴുതിയിട്ട്, തിളങ്ങുന്ന നക്ഷത്രം എന്നെഴുതിയിട്ട് ഏതൊക്കെ മേഖലയിലാണ് എന്ന് എഴുതാൻ വേണ്ടി ചില കോളങ്ങൾ വിട്ടിട്ടുണ്ട്. വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, സയൻസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ അക്ഷരം ഗ്യ എന്നാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. മലയാളീസ് പൊതുവേ ഇതിനെ ജ്ഞാൻ എന്ന് പറയാറുണ്ട്, വിജ്ഞാൻ എന്ന് ഉച്ചരിക്കാറുണ്ട്. അത് തെറ്റാണ്. വിജ്ഞാൻ, വൈജ്ഞാനിക്, അങ്ങനെ വിജ്ഞാൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അതുപോലെ സയൻസിൽ, ശാസ്ത്രമേഖലയിൽ കൂടാതെ വേറെ ഏതൊക്കെ മേഖലകളിൽ തിളങ്ങുന്നു ഇന്ത്യ എന്ന് എഴുതാനുള്ള കോളമാണ് ഇവിടെയുള്ളത്. ഏതൊക്കെ മേഖലകളിലാണ്? ടെക്നിക്ക്, അല്ലേ? ടെക്നിക്കിൻ്റെ മേഖലകളിൽ തിളങ്ങുന്നുണ്ട്, അല്ലേ? പിന്നെയോ പരമാണു വിജ്ഞാനിൽ നമ്മൾ തിളങ്ങുന്നുണ്ട്, അല്ലേ? ഏറ്റവും ആണവ ഊർജത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു. പിന്നെയുണ്ട് സ്പേസ് സയൻസ്, അല്ലേ? അങ്ങനെയുള്ള മേഖലകളിലെല്ലാം നമ്മൾ തിളങ്ങുന്നു. അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അന്തരീക്ഷ വിജ്ഞാൻ, അതാണ് സ്പേസ് സയൻസ്. അങ്ങനെയുള്ള പല മേഖലകളിലും തിളങ്ങുന്നു. അപ്പോൾ അതാണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. അതായത് അതിൻ്റെ ചോദ്യം ഇതാണ്: ലിഖേ വിജ്ഞാൻ കെ അലാവ ഓർ കിൻ കിൻ ക്ഷേത്രോ മേ ഭാരത് ജഗ്മഗ് രഹാ ഹേ. എഴുതാം എങ്ങനെ? വിജ്ഞാൻ കെ അലാവ, ശാസ്ത്രം കൂടാതെ, ഓർ കിൻ കിൻ ക്ഷേത്രോ മേ, ഏതൊക്കെ മേഖലകളിലാണ് ഭാരതം ജഗ്മഗ് തിളങ്ങുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത പേജിൽ ഇസ് കവിത കാ ആശയ ലിഖേ. ഈ കവിതയുടെ ആശയം എഴുതാൻ. ജഗ്മഗ് താര നാമക് ഇസ് ബാൽ കവിത, അതിൻ്റെ ആശയം എഴുതാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ ജഗ്മഗ് താര നാമക് ഇസ് കവിത കാ ആശയം എന്താണ്? കവി ഭാരത് ദേശ് കി ഖൂബിയാ കാ വർണ്ണൻ കർത്താ ഹെ, അല്ലേ? കവി ഭാരതത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഹമാര ദേശ് സാരേ സൻസാർ മേ ജഗ്മഗാത്തെ താരോ കെ സമാൻ ചമക് രഹേ ഹെ, അല്ലേ? നമ്മുടെ രാജ്യം ദേശ് സാരേ സൻസാർ മേ, നമ്മുടെ രാജ്യം ലോകം മൊത്തം ജഗ്മഗാത്തെ താരോ കെ സമാൻ, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെപ്പോലെ എന്താണ്? ചമക് രഹേ ഹെ, മിന്നിത്തിളങ്ങുന്നു. യേ ദേശ് സത്യ ഓർ അഹിംസ കാ രക്ഷക് ഹെ, സത്യത്തിൻ്റെയും അഹിംസയുടെയും രക്ഷകനാണ്. പിന്നെയോ
ബലിദാനോ നെ ഉസേ സംവാര, ബലിദാനികൾ ഇതിനെ അലങ്കരിക്കുന്നു. പിന്നെ ഹമേ അപ്നാ ദേശ് അപ്നി ജാൻ സെ പ്യാര ഹെ, നമ്മുടെ ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് നമുക്ക് നമ്മുടെ രാജ്യം. ഇസ്കെ തീനോ ഓർ സാഗർ ഫൈലാ ഹുവാ ഹെ, ഇതിൻ്റെ 3 ഭാഗത്തും സമുദ്രം ചുറ്റപ്പെട്ട് കിടക്കുന്നു. പിന്നെയോ ഹമാരെ യഹാ ജിത്തിനെ ഭീ ധർമ്മ പൈദാ ഹുവേ, എത്രയോ മതങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. സബ്നെ സത്യക്ക് ജയിക്ക സന്ദേശ് ദിയാ ഹെ, സത്യ ജയിക്കട്ടെ എന്ന സന്ദേശമാണ് എല്ലാ മതങ്ങളും നൽകുന്നത്, അല്ലേ? അപ്പോൾ ഈ കവിതയുടെ ആശയം എഴുതുക എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അടുത്ത പേജിലേക്ക് പോകാം. പേജ് നമ്പർ 32, പന്നസംഖ്യ 32. ദേശഭക്തി ഗീത്, ഇത് ഒരു ദേശഭക്തി ഗാനമാണ്. എ മേരെ വത്തൻ കെ ലോഗോ എന്ന വളരെ പ്രസിദ്ധമായ ദേശഭക്തി ഗാനമാണ്. വലതുഭാഗത്ത് പാടുന്ന ചിത്രമുണ്ട്. ലതാ മങ്കേഷ്കർ, ഒരു സംഭവം നടക്കുകയാണ് അവിടെ. ഇടതുഭാഗത്ത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇരിക്കുന്നു. മുൻവശത്ത് ഒരുപാട് കാണികളുണ്ട്. ലതാ മങ്കേഷ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സുപ്രസിദ്ധ ഗായികയാണ്. നമ്മുടെ ഹിന്ദി സിനിമയിലെ നൈറ്റിംഗേൽ ഓഫ് ബോളിവുഡ്, ബോളിവുഡിൻ്റെ വാനമ്പാടി എന്നാണ് അവരറിയപ്പെടുന്നത്. 1929 ജനനം, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിവാഹിതയാണ്. മാത്രമല്ല അവർ മലയാളത്തിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കത്തലി കൺകതലി പൊൻകതലി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പൊൻപൂവേണോ പൂക്കാരാ, ഈ പാട്ട് അവർ പാടിയതാണ്. അപ്പോൾ ഈ ദേശഭക്തി ഗാനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം പേജ് നമ്പർ 39, പേജ് നമ്പർ 39 പോവാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പേജ് നമ്പർ പറയുമ്പോൾ ചിലപ്പോൾ ബുക്കിലെ പേജ് നമ്പർ വ്യത്യാസമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് PDF വായിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പേജ് നോക്കുക. അപ്പോൾ നോക്കുക, ഇത് അദ്ദേഹം കവി പ്രദീപ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണിത്. കവി പ്രദീപ്, ഇദ്ദേഹമാണ് ആ എ മേരെ വത്തൻ കെ ലോഗോ എന്നുള്ള ദേശഭക്തി ഗാനം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. കവി പ്രദീപ് ഭാരതീയ കവി ഏവം ഗീത്കാർ थे. കവി പ്രദീപ് ഭാരതീയ കവിയാണ്, അതുപോലെ തന്നെ ഗാനരചയിതാവാണ് കേട്ടോ, ഗീത്കാർ. अपना देशभक्ति गीत ए मेरे वतन के लोगों के लिए आप प्रसिद्ध है. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. ഈ ഗാനം എഴുതിയതിലൂടെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. आपने 1962 के भारत चीन युद्ध के दौरान शहीद हुए सैनिकों की श्रद्धांजलि में ये गीत लिखा था. അദ്ദേഹം ഈ ഗാനം എപ്പോഴെഴുതിയതാണ്? आपने അദ്ദേഹം 1962 1962 ഭാരത് ചീൻ യുദ്ധ, ഭാരതവും ചൈനയുമായി നടന്ന ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഷഹീദ് ഹുയെ, അതിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു അല്ലേ, രക്തസാക്ഷികളായിട്ടുണ്ട്. ആ സൈനികർ, ആ പട്ടാളക്കാരുടെ ശ്രദ്ധാഞ്ജലി, അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ശ്രദ്ധാഞ്ജലി മേ യേ ഗീത്ത് ലിഖാഥ, അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഗാനം എഴുതിയത്. ലതാ മങ്കേഷ്കർ ദ്വാര ഗായെ ഇസ് ഗീത് കാ തത്കാലീൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കി ഉപസ്ഥിതി മേ, അതായത് അന്നത്തെ ലതാ മങ്കേഷ്കറാണ് ഇത് പാടിയിട്ടുള്ളത്. ഇസ് ഗീത് കാ, ഇത് പാടിയത്. അതുപോലെ തത്കാലീൻ പ്രധാനമന്ത്രി, അക്കാലത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കി ഉപസ്ഥിതി മേ, ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ 26 ജനുവരി 1963 1963 ജനുവരി 26 ദില്ലി കെ രാംലീല മൈതാൻ മേ, ഡൽഹിയിലെ രാമലീല മൈതാനത്തിൽ സീധാ പ്രസാരൺ കിയാ ഗയ, അതിൻ്റെ ലൈവായിട്ട് അവിടെയാണ് ഈ പാട്ട് പാടിയത്. ഗീത് സുൻകർ ജവഹർലാൽ നെഹ്റു की आंखें भर आई थी.
ഈ പാട്ട് കേട്ടിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാണ് പറയുന്നത്. ആപ്കാ ജന്മ മധ്യപ്രദേശ് കെ ഉജ്ജയിൻ മേ 6 ഫറവരി 1915 को हुआ था. അദ്ദേഹത്തിൻ്റെ ജനനം 1915 ഫെബ്രുവരി 6 മധ്യപ്രദേശ് ഉജ്ജയിനിൽ. 5 ദശക് അപ്നെ പേഷമേ, അദ്ദേഹത്തിന് 50 വർഷം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതത്തിൽ കവി പ്രദീപ് 71 ഫിലിമോं के लिए 71 സിനിമകൾക്ക് വേണ്ടി 1700 ഗീത് ലിഖേ थे. 1700 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഭാരത് സർക്കാരിനെ ഉൻഹെ 97-98 में ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാർ സെ സമ്മാനിത് കിയ. 1997-98 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാർ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യത്തിലെ ഏറ്റവും ഉന്നതമായ ഒരു അവാർഡാണ് ഇത് ഇന്ത്യയിലെ. ഉൻകി മൃത്യു 11 दिसंबर 1998 में हुई. 1998 ഡിസംബർ 11 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. കവി പ്രദീപ് അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ, വളരെ അർത്ഥവത്തായ ഒരു ദേശഭക്തി ഗീതമാണ് ഏ മേരെ വത്തൻ കെ ലോഗോ. വീണ്ടും പേജ് നമ്പർ 32 തന്നെ വരിക. ഇനി ആ ഗാനത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഒരു ദേശഭക്തി ഗീതാണ്. हे मेरे वतन के लोगों, तुम खूब लगा लो नारा, ये शुभ दिन है हम सबका, लहरा लो तिरंगा प्यारा. ഇങ്ങനെ തുടങ്ങുന്ന ഈ ഗാനം നിങ്ങൾ യൂട്യൂബിൽ ഏ മേരെ വത്തൻ കെ ലോഗോ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഗാനം കേൾക്കാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. ഏ മേരെ വത്തൻ കെ ലോഗോ, എൻ്റെ ദേശത്തിലെ ജനങ്ങളെ, എൻ്റെ രാജ്യത്തിലെ ജനങ്ങളെ, തും ഖൂബ് ലഗാലോ നാര, നിങ്ങൾ മുദ്രാവാക്യം മുഴക്കൂ. തും ഖൂബ് ലഗാലോ നാര, തും ഖൂബ് ലഗാലോ നാര. യേ ശുഭ് ദിൻ ഹേ ഹം സബ്കാ, ഇത് നമ്മുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ലഹരാലോ തിലങ്കാ പ്യാര, ലഹരാലോ തിരങ്കാ പ്യാര. അതുകൊണ്ട് ലഹരാലോ, പാറിക്കൂ, ഇളകി ആടട്ടെ, തിരങ്കാ പ്യാര, നമ്മുടെ മൂവർണ്ണ പതാക, പ്രിയപ്പെട്ട നമ്മുടെ പതാക പാറിപ്പറക്കട്ടെ. പർ മത്തു ഭൂലോ, പക്ഷേ നിങ്ങൾ മറക്കരുത്, സീമാ പർ, അതിർത്തിയിൽ, വീരോനെ ഹേ പ്രാൺ ഗവായേ, വീരോനെ ഹേ പ്രാൺ ഗവായേ, ആ വീരന്മാർ ജീവത്യാഗം ചെയ്തുകൊണ്ട് അതിർത്തിയിൽ മരിച്ചു വീണ നമ്മുടെ സൈനികരെ നമ്മൾ മറക്കരുത്. കുച്ച് യാദ് ഉൻഹേ ഭി കർലോ, അവരെയും നമ്മൾ ഓർമ്മിക്കണം. കുച്ച് യാദ്, കുറച്ച് ഓർമ്മകൾ, ഉൻഹേ ഭി, അവരെയും, കർലോ, ചെയ്യൂ, ഓർക്കൂ. ജോ ലൗട്ട് കെ ഘർ ന ആയേ, അവർ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഹേ മേരെ വത്തൻ കെ ലോഗോ, എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, എൻ്റെ ജനങ്ങളെ. ജര ആഖ് മേ ഭർലോ പാനി, കണ്ണിൽ അല്പം വെള്ളം നിറയ്ക്കൂ. ജോ ഷഹീദ് ഹുയേ ഹേ ഉനിക്കി, ജോ ഷഹീദ് ഹുയേ, അവർ എന്തായതാണ്, രക്തസാക്ഷിത്വം വരിച്ചവരാണ്. ഉനിക്കി ജര യാദ് കരോ കുർബാനി, അവരുടെ ആ ജീവത്യാഗം ഒന്ന് ഓർക്കൂ. അതായത് ആ രക്തസാക്ഷികളുടെ ഓർമ്മയിൽ നിങ്ങളുടെ കണ്ണുനീർ നിറയട്ടെ, നിങ്ങളുടെ കണ്ണുകൾ നിറയട്ടെ. ആ വരികൾ ഇങ്ങനെയാണ്. ഹേ മേരെ വതൻ കെ ലോഗോ, ജരാ ആँख में भर लो पानी, जो शहीद हुए उनकी जरा याद करो कुर्बानी. അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ അവരുടെ ഓർമ്മയിൽ നമ്മുടെ കണ്ണുനീർ നിറയണം, അല്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ
ജബ് ഖായൽ ഹുവ ഹിമാലയ് ഖത്രേമേ പടി ആസാദി. അതായത് ഹിമാലയം ആക്രമിക്കപ്പെട്ടപ്പോൾ, അതായത് ചൈന ആ യുദ്ധം നടന്ന സമയത്തെയാണ് വിവരിക്കുന്നത്. ഖത്രേമേ പടി ആസാദി, നമ്മുടെ സ്വാതന്ത്ര്യം ഖത്രയിലായി, അപകടത്തിലായപ്പോൾ. ജബ് തക് ധീ സാസ് ലഡേവോ, ഏതുവരെ അവർക്ക് ശ്വാസമുണ്ടായിരുന്നു അതുവരെ, ലഡേ അവർ യുദ്ധം ചെയ്തു, വോ അവർ, ജബ് തക്ക് ഏതുവരെ, ധീ ഉണ്ടായിരുന്നു, സാസ് ശ്വാസം ഏതുവരെ അവരിൽ ഉണ്ടായിരുന്നുവോ, ജീവൻ എത്ര സമയം ഉണ്ടായിരുന്നു അതുവരെ അവർ യുദ്ധം ചെയ്തു. ഫിർ അപ്നി ലാഷ് ബിച്ചാദി, അവസാനം യുദ്ധം ചെയ്ത് അവർ അവരുടെ ശവശരീരം കൊണ്ട് അവിടെ വിരിച്ചു, അതായത് പൊരുതി മരിച്ചു വീണു നമ്മുടെ രാജ്യത്തിന് വേണ്ടി. പിന്നെ സംഗീൻ പേ ധർക്കർ മാഥ, നെറ്റിയിൽ ബയണറ്റുകൾ തുളച്ചു കയറി. സോഗയെ അമർ ബലിദാനി, സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് അവർ അനശ്വരരായി. അതായത് പൊതുവെ നമ്മൾ രക്തസാക്ഷികൾ മരിച്ചിട്ടില്ല എന്നാണ് പറയുക, അല്ലേ? അമർ രഹെ, അവർ എന്നും ജീവിച്ചിരിക്കുന്നവരാണ്. രക്തസാക്ഷികൾ അമർ രഹെ എന്നാണ് പറയുക, അവർ എന്നെന്നും ജീവിക്കുന്നവരാണ് എന്നാണ് പറയുക. വീണ്ടും ജോ ഷഹീദ് ഹുയേ എന്ന വരി പാടിയതിന് ശേഷം വീണ്ടും ജബ് ദേശ് മേ ഥി ദീവാലി, രാജ്യത്ത് ദീപാവലി ആഘോഷിച്ചു. അപ്പോഴും വോ ഖേൽ രഹേ ഥേ ഹോലി, നമ്മൾ നാട്ടിൽ ഇവിടെ ഹോളി ആഘോഷിക്കുകയായിരുന്നു. ജബ് ഹം ബൈഠേ ഥേ ഘരോമേ, ജബ് ഹം ബൈഠേ ഥേ ഘരോമേ, നമ്മൾ വീടുകളിലിരിക്കുകയായിരുന്നു. വോ ജേൽ രഹേ ഥേ ഗോലി, അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവർ വെടിയുണ്ടകൾ നേരിടുകയായിരുന്നു, അല്ലേ? ആര്? ആ പട്ടാളക്കാർ, നമ്മുടെ കാവൽക്കാർ. വേ ധന്യ ജവാൻ വോ അപ്നെ, ധീ ധന്യ വോ ഉൻകി ജവാനി, അവർ കൃതാർത്ഥരായ ജവാന്മാരായിരുന്നു, അവരുടെ യൗവനം കൃതാർത്ഥമായി, അല്ലേ? വീണ്ടും ജോ ഷഹീദ് ഹുയേ, ജോ ഷഹീദ് ഹുയേ എന്ന് തുടങ്ങി ആ വരി ആലപിച്ചതിന് ശേഷം കൊയ് സിഖ് കൊയ് ജാട്ട് മറാഠ, കൊയ് ഗുർഖ കൊയ് മദ്രാസി, സർഹദ് പർ മർനെ വാല ഹർ വീർ ഥ ഭാരത്വാസി, ജോ ഖൂൻ ഗിര പർവത് പർ വോ ഖൂൻ ഥ ഹിന്ദുസ്ഥാനി. അവരിൽ ആരൊക്കെയുണ്ട്? കൊയ് സിഖ്, ചിലർ സിഖുകാരാണ്. കൊയ് ജാട്ട് മറാഠ, ജാട്ടുകളുണ്ട്. ജാട്ട് എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഒരു ഒരു വർഗമാണ്. ജാട്ട് എന്നാണ് അവർ പറയുക. മറാഠ, മഹാരാഷ്ട്രയിൽ ഉള്ളവരാണ് മറാഠ എന്ന് പറയാം. അപ്പോൾ സിഖുകാരുണ്ട്, അതിൽ ജാട്ടുകളുണ്ട്, മറാഠികളുണ്ട്. കൊയ് ഗൂർഖകളുണ്ട്, കൊയ് മദ്രാസികളുണ്ട്. അന്ന് മദ്രാസ് റെജിമെൻറ്റ് നമ്മൾ ഒന്നിച്ച് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. മദ്രാസും നമ്മുടെ മലബാറെല്ലാം അതിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചേർത്തിട്ട് കേരളത്തിൻ്റെ മൊത്തത്തിൽ മദ്രാസി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. സർഹദ് പർ മർനേവാല, അതിർത്തിയിൽ മരിച്ചു വീഴുന്നവർ. ആവട്ടെ, ചിലർ സിഖുകാരാണ്, ചിലർ ജാട്ടാണ്, ചിലർ മറാഠികളാണ്, ചിലർ ഗുർഖകളാണ്, ചിലർ മദ്രാസികളാണ്. പക്ഷേ അവരെല്ലാം ഹർ വീർ ഥാ ഭാരത്വാസി, അവരെല്ലാം ഭാരതവാസികളായിരുന്നു. ജോ ഖൂൻ ഗിര പർവത് പർ, അവിടെ ആ അതിർത്തിയിൽ വീണ ആ രക്തം, ജോ ഖൂൻ ഗിര, ആ രക്തം, ഖൂൻ എന്ന് പറഞ്ഞ രക്തം, ഗിര എന്ന് പറഞ്ഞാൽ വീണു, പർവത് പർ അവിടെ വീണ, ആ പർവ്വതത്തിൽ വീണ രക്തം, വോ ഖൂൻ ഥാ ഹിന്ദുസ്ഥാനി, അത് ഹിന്ദുസ്ഥാനിയുടേതായിരുന്നു, അത് ഇന്ത്യക്കാരൻ്റേതായിരുന്നു. വീണ്ടും ജോ ഷഹീദ് ഹുയേ എന്ന് കഴിഞ്ഞ് പിന്നെ ഥീ ഖൂൻ സെ ലഥ്പഥ് കായ ഫിർ ഭി ബന്ദൂക്ക് ഉഠാക്കെ 10 को एक ने मारा फिर गिर गए होश गवा के. थी खून से लथपथ കായ, ആ ശരീരം, രക്തം, ഖൂൻ സെ രക്തം കൊണ്ട്, ലഥ്പത്ത് മുങ്ങിയ, കായ ശരീരം ആയിരുന്നു. ഫിർ ഭി എന്നിട്ടും, ബന്ദൂക്ക് ഉഠാക്കെ എന്നിട്ടും, തോക്കേന്തി എന്നിട്ടും അവർ ഒന്നൊന്നായി ശത്രുക്കളെ കൊന്നൊടുക്കുന്നു. ഫിർ ഗിർ ഗയെ ഹോഷ് ഗവാക്കെ, പിന്നീട് ബോധം പോയി നിലത്ത് വീഴുന്നു, അതായത് മരിച്ചു വീഴുന്നു. അതായത് ഫിർ ഗിർ ഗയെ ഹോഷ് ഗവാക്കെ, അങ്ങനെ ബോധം മറഞ്ഞവർ വീഴുമ്പോൾ, ജബ് അന്ത് സമയായാത്തോ, അവരുടെ അന്ത്യസമയമായെന്ന് അറിയുമ്പോൾ, അടുക്കുമ്പോൾ,
കഹ് ഗയേ കി അബ് മർത്തേ ഹേ. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഇതാ മരിക്കുകയാണ്. അബ് ഹം തോ സഫർ കർത്തേ ഹേ. ഖുഷ് രഹ്ന ദേശ് കെ പ്യാരോ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം രാജ്യവാസികളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. അബ് ഹം തോ സഫർ കർത്തേ ഹേ. ഞങ്ങളിതാ യാത്ര പോവുകയാണ്. ക്യാ ലോക് ഥേ വോ ദീവാനെ. എങ്ങനെയുള്ള ആളുകളായിരുന്നു അവർ അല്ലേ. ക്യാ ലോക് ഥേ വോ അഭിമാനി. എന്തൊരു അഭിമാനികളായിരുന്നു അവർ. വീണ്ടും ജോ ഷഹീദ് ഹുയെ എന്ന് കഴിഞ്ഞ് പിന്നും ജയ് ഹിന്ദ് ജയ് ഹിന്ദ് കി സേന. അതായത് ഇതുവരെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? നമ്മുടെ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാർ. ഈ പാട്ട് എഴുതിയത് 1962 ചൈന ഇന്ത്യ യുദ്ധത്തിലെ ജീവത്യാഗം സംഭവിച്ച പട്ടാളക്കാരെ അനുസ്മരിച്ചുകൊണ്ടാണ്. ഇത്രയും അർത്ഥവത്തായ ഒരു പാട്ട്. ഇത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കരയും. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഓർത്താൽ നമ്മളൊക്കെ ഇവിടെ സുരക്ഷിതരായ വീടുകളിൽ ഇരിക്കുന്നു അല്ലേ. നമ്മുടെ ഒരു തടസ്സം വരുന്നില്ല. എന്തുകൊണ്ടാണ്? അതിർത്തിയിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഊണും ഉറക്കവും ഒഴിച്ച് ജീവനെ ഒരു ഭയമില്ലാതെ, മരണത്തെ ഭയമില്ലാതെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇപ്പോഴും അതിർത്തി കാക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വളരെ സുരക്ഷിതരായിരിക്കുന്നത്. മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു ഭാഗത്ത് അറബിക്കടൽ കാവൽ നിൽക്കുന്നു, മറുഭാഗത്ത് വെസ്റ്റേൺ ഘട്ട്സ് പശ്ചിമഘട്ടം, ഇങ്ങനെ എല്ലാ ഭാഗവും നമുക്ക് കാവൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സുരക്ഷിതരാണ്. എല്ലാ സ്ഥലവും ഇതുപോലെ സുരക്ഷിതമല്ല. എന്നാൽ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ രാജ്യം കാക്കുന്ന കാവൽ ഭടന്മാരെ ഓർക്കണം. അവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ പാട്ടാണ്. ഇതെല്ലാവരും യൂട്യൂബിൽ മേരെ വത്തൻ കെ ലോഗോ എന്ന പാട്ട് തീർച്ചയായിട്ടും കേൾക്കണം.